നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേച്ചേരിയിൽ വ്യാപാര സ്ഥാപനങ്ങളും ഓഫീസുകളും കുത്തിത്തുറന്ന് മോഷണവും പരക്കെ മോഷണ ശ്രമവും. CCTV കേച്ചേരി ബ്യൂറോ ഓഫീസ് ഉൾപ്പെടെ 15-ലേറെ സ്ഥാപനങ്ങളിലാണ് കഴിഞ്ഞ ദിവസം മോഷണ ശ്രമമുണ്ടായത്. നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതം. കുന്നംകുളം നഗരത്തിലെ എല്ലാ അനധികൃത നിർമ്മാണങ്ങൾക്കും CPM ഒത്താശ ചെയ്തു കൊടുക്കുകയാണെന്ന് കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷാരോപണം. ആരോപണം ആനമണ്ടത്തരമെന്ന് ഭരണപക്ഷം. ബഹളം ശക്തമായതോടെ ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ കുത്തിവയ്പ്പിനെ തുടർന്ന് 7 വയസ്സുകാരന്റെ കാല് തളർന്ന സംഭവത്തിൽ പുരുഷ നഴ്സിനെ സ്ഥലം മാറ്റിയത് ജന്മനാട്ടിലേക്ക്. കുറ്റകൃത്യം ചെയ്തവർക്കുള്ള പ്രോത്സാഹനമാണ് ഇത്തരം നടപടിയെന്ന് UDF. പ്രതിഷേധം ശക്തമാകുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സമ്മേളനങ്ങൾക്ക് തുടക്കമാകുന്നു. കേച്ചേരി മേഖലാ സമ്മേളനത്തിന് വിളംബര ജാഥയോടെ ആരംഭമായി. കുന്നംകുളം മേഖലാ സമ്മേളനം ബുധനാഴ്ച ലിവ ടവറിൽ. ഫെബ്രുവരി 8, 9 തീയതികളിൽ ചാലക്കുടിയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം തൃശൂരിൽ നടന്നു. വിശദമായ വാർത്തയിലേക്ക്. കേച്ചേരിയിൽ വ്യാപാര സ്ഥാപനങ്ങളും ഓഫീസുകളും കുത്തിത്തുറന്ന് മോഷണവും പരക്കെ മോഷണ ശ്രമവും. CCTV കേച്ചേരി ബ്യൂറോ ഓഫീസ് ഉൾപ്പെടെ 15-ലേറെ സ്ഥാപനങ്ങളിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണ ശ്രമം ഉണ്ടായത്. കേച്ചേരിയിലെ വിവിധ വ്യാപാര സമുച്ചയങ്ങളിലായി പ്രവർത്തിക്കുന്ന ബുക്ക് സെന്റർ, ഡ്യൂട്ടി പെയ്ഡ് ആൻഡ് ക്രോക്കറി ഷോപ്പ്, സ്പെയർ പാർട്സ് കട, ടെക്സ്റ്റൈൽ ഷോപ്പ്, സൂപ്പർ മാർക്കറ്റ്, അക്ഷയ കേന്ദ്രം, ടൈലറിംഗ് സ്ഥാപനം, ഗ്രോസറി കച്ചവടം നടത്തുന്ന സ്ഥാപനം, ഡേറ്റ്സ് ആൻഡ് നട്ട്സും മിഠായികളും വിൽപ്പന നടത്തുന്ന സ്ഥാപനം തുടങ്ങിയവിടങ്ങളിലും CCTV കേച്ചേരി ബ്യൂറോ, 2 സ്റ്റാർ, 3 സ്റ്റാർ കേബിൾ നെറ്റ്വർക്ക് എന്നിവ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലുമാണ് മോഷണ ശ്രമം നടന്നത്. ഇതിൽ റിജൻ ഷോപ്പിംഗ് കോംപ്ലക്സിലെ A to Z സ്പെയർ പാർട്സ് കടയിൽ മേശയിൽ സൂക്ഷിച്ചിരുന്ന 4500 രൂപയും സാജ് ബുക്സിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന 1000-ലേറെ രൂപയുടെ 5-ന്റെ കോയിനുകളും മോഷണം പോയിട്ടുണ്ട്. സ്പെയർ പാർട്സ് കടയിലെ നിരീക്ഷണ ക്യാമറ സംവിധാനങ്ങൾ തകർത്ത നിലയിലാണ്. മറ്റു ചില സ്ഥാപനങ്ങളിൽ നിന്നും മോഷ്ടിച്ച ചില്ലറ തുട്ടുകൾ ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തി. കൂടാതെ ചില സ്ഥാപനങ്ങളുടെ തകർത്ത പൂട്ടുകൾ സമീപത്തെ പറമ്പിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർത്ത നിലയിലാണ്. ചില സ്ഥാപനങ്ങളുടെ നിരീക്ഷണ ക്യാമറകളിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. CCTV ബ്യൂറോ ഓഫീസിലെ നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞതിനൊപ്പം മറ്റൊരാളുടെ ദൃശ്യവുമുണ്ട്. ഓഫീസിനു മുന്നിൽ ഉറങ്ങാൻ കിടക്കുന്ന വ്യക്തി താഴെ ശബ്ദം കേട്ട് നോക്കുന്നതും, മോഷ്ടാവ് മുകളിലേക്ക് കയറി വന്നപ്പോൾ ഉറക്കം നടിച്ച് കിടക്കുന്നതും, മോഷ്ടാവ് ടോർച്ച് വെളിച്ചത്തിൽ ഉറങ്ങാൻ കിടന്ന ആളെ കണ്ട് താഴെ പോയപ്പോൾ കിടന്നിരുന്ന ആൾ എഴുന്നേറ്റ് കെട്ടിടത്തിന്റെ മുകൾ നിലയിലേക്ക് പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സൂപ്പർ മാർക്കറ്റിലെ ക്യാമറയിലും മോഷ്ടാവിന്റെ ദൃശ്യം വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. 2 ദൃശ്യങ്ങളിലും ഉള്ളത് ഒരാൾ തന്നെയാണെന്നാണ് അനുമാനം. വെളുത്ത മുണ്ടെടുത്ത് മുഖം മറച്ചയാളുടെ ദൃശ്യമാണ് 2 ഇടങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ C. ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഒരിടവേളയ്ക്ക് ശേഷമാണ് കേച്ചേരിയിലെ സ്ഥാപനങ്ങളിൽ വ്യാപകമായുള്ള മോഷണശ്രമം നടക്കുന്നത്. മോഷണം നടന്ന സ്ഥാപനങ്ങളിൽ പോലീസ് നായയുടെയും വിരലടയാള വിദഗ്ധരുടെയും നേതൃത്വത്തിൽ പരിശോധന നടത്തി. CCTV ന്യൂസ്, കേച്ചേരി. മോഷണം സ്ഥിരമായ കേച്ചേരിയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ പഞ്ചായത്ത് അധികാരികൾ തയ്യാറാകണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കേച്ചേരിയിലും സമീപ പ്രദേശങ്ങളിലും മോഷണം സ്ഥിരമായതോടെ വ്യാപാരികൾ ആശങ്കയിലാണ്. മുൻപ് മഴക്കാലത്ത് മോഷണം പതിവായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏതു സമയത്തും മോഷ്ടാക്കൾ അഴിഞ്ഞാടുന്ന അവസ്ഥയാണ്. തിങ്കളാഴ്ച രാത്രി മാത്രം 15-ലേറെ സ്ഥാപനങ്ങളിലാണ് മോഷണശ്രമം ഉണ്ടായിട്ടുള്ളത്. മറ്റെവിടെയും ഇല്ലാത്ത വിധം മോഷ്ടാക്കളുടെ വിഹാര കേന്ദ്രമായി കേച്ചേരി മാറിയിരിക്കുകയാണ്. വൻതോതിൽ നികുതി ഈടാക്കുന്ന പഞ്ചായത്ത് അധികാരികൾ സുരക്ഷിതമായ വ്യാപാരം നടത്താനുള്ള സാഹചര്യമൊരുക്കാൻ തയ്യാറാകണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേച്ചേരി യൂണിറ്റ് പ്രസിഡന്റ് സജി ചിറമൽ ആവശ്യപ്പെട്ടു. കേച്ചേരിയെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ സ്ഥിരമായിട്ടൊരു മോഷണത്തിന്റെ ഒരു കാലഘട്ടം പോലെയാണ്. അല്ലെങ്കിൽ തന്നെ പഞ്ചായത്തിന്റെ വശത്തു നിന്ന് എന്തെങ്കിലും അതിനുള്ള നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേ. അങ്ങനെ നമ്മുടെ കേച്ചേരിയുടെ സെന്റർ ഒരു നിരീക്ഷണ വലയത്തിലായാൽ മാത്രമാണ് നമുക്കിതിന് എന്തെങ്കിലും ഒരു തുമ്പും വള്ളിയൊക്കെ കിട്ടാൻ സാധിക്കുകയുള്ളൂ. ഈ പഞ്ചായത്തൊക്കെ നമുക്ക് ഈ നികുതി പിരിക്കുക എന്നത് മാത്രമല്ല, അവരുടെ ഒരു സുരക്ഷയൂണി മുൻപ് നിർത്തിയിട്ട് സുരക്ഷയ്ക്കൂണി പ്രാധാന്യം കൊടുത്ത് ഉള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അത് വ്യാപാരികളുടെ ഭാഗത്തു നിന്നുള്ള എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നമ്മൾ ചെയ്യുന്നതാണ്. എന്നാൽ അത് മുൻകൈ എടുക്കേണ്ടതും അത് പ്രാവർത്തികമാക്കേണ്ടതും കയ്യുള്ള ഉത്തരവാദിത്തം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഉണ്ട് എന്നാണ് കൃത്യമായിട്ട് പറയാനുള്ളത്. പഞ്ചായത്തും പോലീസും കേച്ചേരിയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ മുൻകൈ എടുക്കണമെന്നും സജി വ്യക്തമാക്കി. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് വ്യാപാരികളുടെ ഭാഗത്തുനിന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും പിന്തുണയും ഉണ്ടാകുമെന്നും സജി കൂട്ടിച്ചേർത്തു. CCTV ന്യൂസ്, കേച്ചേരി.
കേച്ചേരിക്ക് പുറമെ ചൂണ്ടലിലും മോഷണം. ചൂണ്ടൽ സെന്ററിലെ പെട്ടിക്കടയിലാണ് മോഷണം നടന്നത്. ചൂണ്ടലിൽ പെട്ടിക്കടയിൽ നടന്ന മോഷണത്തിൽ കടയിൽ സൂക്ഷിച്ച സാധനങ്ങൾ കവർന്നു. ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ചൂണ്ടൽ സ്വദേശി ചൂണ്ടൽ വീട്ടിൽ ശ്രീനിവാസന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. പെട്ടിക്കട മൂടിയിരുന്ന ടാർപ്പായും ചാക്കും മാറ്റി അകത്ത് കടന്ന മോഷ്ടാവ് കടയിലുണ്ടായിരുന്ന സോഡ, ബീഡി, സിഗരറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങളും പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന 500 രൂപയുമാണ് കവർന്നത്. അർദ്ധരാത്രിയിലാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം. ചൊവ്വാഴ്ച രാവിലെ 7:30യോടെ പെട്ടിക്കട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത്. കുന്നംകുളം പോലീസിൽ വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ കുത്തിവെപ്പിനെ തുടർന്ന് 7 വയസ്സുകാരന്റെ കാല് തളർന്ന സംഭവത്തിൽ പുരുഷ നഴ്സിനെതിരെ കാര്യമായ ശിക്ഷാ നടപടിയെടുത്തില്ലെന്ന് ആരോപണം. പ്രതിഷേധം ശക്തമാകുന്നു. ശിക്ഷാ നടപടിയുടെ ഭാഗമായി ഉണ്ടായ സ്ഥലമാറ്റം നാട്ടിലേക്ക് തന്നെ ആയത് പ്രോത്സാഹന നടപടിയെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഡിസംബർ 1 വൈകിട്ട് 6:00 കടുത്ത തലവേദനയെ തുടർന്ന് താലൂക്ക് ആശുപത്രിയിലെത്തിയ പാലയൂർ നാലകത്ത് കാരക്കാട് ഷാഫിലിന്റെ മകൻ മുഹമ്മദ് ഗസാലിയെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പുരുഷ നഴ്സ് നൽകിയ ഇഞ്ചക്ഷനെ തുടർന്നുണ്ടായ അസ്വാസ്ഥ്യങ്ങളാണ് പരാതിക്കിടയാക്കിയത്. കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ വേദനയ്ക്കും ഛർദിക്കും 2 ഇഞ്ചക്ഷൻ എഴുതി നൽകിയിരുന്നു. പുരുഷ നഴ്സ് മുറിയിലേക്ക് കൊണ്ടുപോയി ആദ്യം കയ്യിൽ ഇഞ്ചക്ഷൻ ചെയ്തു. ഇതോടെ കയ്യിൽ നീര് വന്നു വീർത്തു. പിന്നീട് അരക്കെട്ടിൽ പിൻഭാഗത്ത് ഇഞ്ചക്ഷൻ നൽകാൻ ശ്രമിച്ചപ്പോൾ കുട്ടി വിസമ്മതിച്ചതോടെ പുരുഷ നഴ്സ് അക്ഷമനായി മരുന്ന് നിറച്ച സിറിഞ്ച് ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു പോയതായി പറയുന്നു. കുട്ടിയുടെ മാതാവ് പിറകെ ചെന്ന് ക്ഷമാപണത്തോടെ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തിരിച്ചെത്തിയ നഴ്സ് അശ്രദ്ധയോടെയും ദേഷ്യത്തോടും കൂടി സിറിഞ്ചെടുത്ത് ആഞ്ഞുകുത്തുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. അപ്പോൾ തന്നെ കുട്ടിയുടെ കാൽ താഴെ ഉറപ്പിച്ചു വയ്ക്കാൻ പറ്റാതായി. ഇടതുകാൽ പൂർണ്ണമായും വേദനയുള്ള അവസ്ഥയിലുമായി. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ വിവരം ധരിപ്പിച്ചെങ്കിലും സംഭവം നിസ്സാരമായി കാണുകയും കയ്യിൽ പുരട്ടാൻ ഓയിൻമെന്റ് നൽകി പറഞ്ഞയക്കുകയും ചെയ്തുവെന്നാണ് പരാതി. പിഞ്ചുകുഞ്ഞിന്റെ ജീവൻ തന്നെ അപകടത്തിലാക്കും വിധം പെരുമാറിയ താലൂക്ക് ആശുപത്രി ജീവനക്കാരന് പ്രോത്സാഹന ട്രാൻസ്ഫർ കൊടുത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ആരോഗ്യമന്ത്രി, DMO, ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്ക് പരാതി നൽകുവാനും പ്രതിഷേധ സമരം സംഘടിപ്പിക്കാനും UDF പാർലമെന്ററി കമ്മിറ്റി തീരുമാനിച്ചതായി KV സത്താർ, ഹസ്മത്ത് അലി, ഫൈസൽ കാണാപ്പിള്ളി എന്നിവർ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഒരു വിദ്യാർത്ഥിക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ഇത്തരം നടപടിയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് ആരോഗ്യവകുപ്പ് എടുത്തിട്ടുള്ളത്. ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട പ്രജീഷിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ നടപടിയെടുത്ത സർക്കാരിൻ്റെ ഈ നടപടിയും ആരോഗ്യവകുപ്പിൻ്റെ ഈ നടപടിയും പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് UDF പാർലമെന്ററി കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. കുറ്റക്കാരനായ നഴ്സിനെതിരെ ഉണ്ടായ നടപടി അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് പൊതുപ്രവർത്തകൻ ഫിറോസ് പി തായിപ്പറമ്പിൽ പറഞ്ഞു. അങ്ങനെ സ്പെഷ്യൽ റിക്വസ്റ്റിലൂടെ സ്പെഷ്യൽ ഓർഡർ കിട്ടിയിട്ടാണ് സ്വന്തം നാട്ടിലേക്കുള്ള സ്ഥലം മാറ്റുന്നത്. ഇതൊരു തെറ്റ് ചെയ്ത വ്യക്തിക്ക് സ്വന്തം നാട്ടിലേക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്ന രീതിയിൽ എന്ന പേരിൽ ഒരു ട്രാൻസ്ഫർ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അതിന് പണിഷ്മെന്റിന് പേരും അത് ഞങ്ങളെ പോലെയുള്ളവരൊക്കെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് ഇതുകൊണ്ട് എന്ത് മെസ്സേജാണ് സമൂഹത്തിന് നൽകുന്നത് എന്നുള്ളത് ഞങ്ങളൊക്കെ ആശങ്കപ്പെടുന്നു. കുറ്റം ചെയ്താൽ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കുമെന്നതാണ് അവസ്ഥയെന്നും ഫിറോസ് പി തായിപ്പറമ്പിൽ പറഞ്ഞു. CCTV ന്യൂസ്, ചാവക്കാട്. വേലൂരിൽ മദ്യപാനത്തിനിടയിൽ തർക്കം, ഒരാൾക്ക് വെട്ടേറ്റു. വേലൂർ വെങ്ങിലശ്ശേരി സ്വദേശി വെൺമേനാട് വീട്ടിൽ ഉദയനാണ് വെട്ടേറ്റത്. പ്രദേശവാസിയായ അറക്കൽ പൊറിഞ്ചു ജോജിയാണ് വെട്ടിയത്. ജോജിയുടെ വീട്ടിലിരുന്ന് ഇരുവരും മദ്യപിക്കുന്നതിനിടയിലാണ് ആക്രമണമുണ്ടായത്. വെട്ടേറ്റ് ഉദയനെ വാർഡ് മെമ്പർ CD സൈമൺ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉദയൻ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേച്ചേരി മേഖലാ സമ്മേളനത്തിന് തുടക്കമായി. ചൊവ്വാഴ്ച വിളംബര ജാഥയോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. വൈകിട്ട് 5-ന് മേഖലാതിർത്തിയായ അമലാനഗറിൽ നിന്നാണ് വിളംബര ജാഥ ആരംഭിച്ചത്. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ ജാഥ ക്യാപ്റ്റൻ VK പ്രമോദിന് പതാക കൈമാറി വിളംബര ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് സന്തോഷ് ജോസ് അധ്യക്ഷനായി. അമലാനഗറിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥ പ്രതിനിധി സമ്മേളന വേദിയായ പുതുശ്ശേരി IMA ഹാളിന് മുന്നിൽ സമാപിച്ചു. നിരവധി ബൈക്കുകളുടെ അകമ്പടിയോടെയാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത്. ബുധനാഴ്ച രാവിലെ 9-ന് പുതുശ്ശേരി IMA ഹാളിൽ സജ്ജമാക്കുന്ന TV വിനോദ് കുമാർ നഗറിൽ മേഖലാ പ്രസിഡന്റ് സന്തോഷ് ജോസ് പതാക ഉയർത്തുന്നതോടെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാകും. KCCL ചെയർമാൻ K ഗോവിന്ദൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മേഖലാ സെക്രട്ടറി AS പ്രസാദ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ AR റെജി വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും. ജില്ലാ സെക്രട്ടറി
പി ആന്റണി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.വി. രാജൻ, KCCL മാനേജിംഗ് ഡയറക്ടർ പി സുരേഷ് കുമാർ, സിഒഎ ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷ്, കേരള വിഷൻ ചെയർമാൻ PM നാസർ എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിക്കും. കേച്ചേരി മേഖലാ പരിധിയിലെ 52 കേബിൾ ഓപ്പറേറ്റർമാർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ചർച്ചകൾക്ക് ശേഷം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതോടെ സമ്മേളനത്തിന് സമാപനമാകും. CCTV ന്യൂസ്, കേച്ചേരി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ലോഗോ പ്രകാശനം നടന്നു. തൃശൂർ പേൾ റീജൻസിയിൽ നടന്ന ചടങ്ങ് പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ, KCCL MD PP സുരേഷ്, ജില്ലാ സെക്രട്ടറി P ആന്റണി, കേരള വിഷൻ ചെയർമാൻ PM നാസർ, കേരള വിഷൻ MD ജയപ്രകാശ് P, മോഹനകൃഷ്ണൻ, സിജി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഫെബ്രുവരി 8-9 തീയതികളിൽ ചാലക്കുടിയിലാണ് ജില്ലാ സമ്മേളനം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവിൽ റോഡ് ഉപരോധിച്ച് പന്തം കൊളുത്തി പ്രകടനം നടത്തി. റോഡ് ഉപരോധിച്ചതോടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാതെ വന്നതോടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ 9ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി, കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി, യൂത്ത് കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് MH ഹക്കീം, യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി മനീഷ് തിപ്പിലശ്ശേരി, മണ്ഡലം ഭാരവാഹികളായ അൻവർ, ഷാക്കിർ, സുനിൽ, വിഷ്ണു എന്നിവരെയാണ് പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് പോലീസ് വാഹനങ്ങൾ കടത്തിവിട്ടു. കുന്നംകുളം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ മഹേഷ്, സബ് ഇൻസ്പെക്ടർ സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത്. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് ഫണ്ട് 2 കോടി രൂപ ഉപയോഗിച്ച് നടത്തുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനം വിലയിരുത്താൻ AC മൊയ്തീൻ MLA സന്ദർശനം നടത്തി. MLAയുടെ ശ്രമഫലമായാണ് സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചത്. ഉയർന്ന തരത്തിലുള്ള ചുറ്റുമതിൽ, പന്ത് പുറത്തേക്ക് തെറിച്ചുപോകുന്നത് തടയുവാനുള്ള ഇരുമ്പ് ഫെൻസിംഗ് നെറ്റ്, അരിച്ചെടുത്ത മണ്ണും മണലും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഗ്രൗണ്ട് ലെവലിംഗ് വോളിബോൾ, ബാസ്കറ്റ്ബോൾ കോർട്ടുകൾ, ലോങ് ജംപ്, ട്രിപ്പിൾ ജംപ് പിറ്റുകൾ, സിന്തറ്റിക് റണ്ണിംഗ് ട്രാക്ക്, ഹൈ ജംപ്, പോൾ വാൾട്ട് ബെഡുകൾ, ഗാലറി വിപുലീകരണം, ഡ്രൈനേജ്, ടോയ്ലറ്റ്, ഡ്രസ്സിംഗ് റൂം, കെട്ടിടം ഉൾപ്പെടെയുള്ളവയാണ് പദ്ധതിയിലുള്ളത്. കായിക മേഖലയിൽ ഏറെ പ്രശസ്തിയുള്ള സ്കൂളിന് ഗ്രൗണ്ട് നവീകരണം വലിയ രീതിയിൽ ഗുണം ചെയ്യും. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, സ്കൂൾ PTA പ്രസിഡന്റ് ഹേമ ശശികുമാർ, പ്രധാനാധ്യാപകൻ വാസുദേവൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് ജയവ് സിൻഡ, കായിക അധ്യാപകൻ മുഹമ്മദ് ഹനീഫ എന്നിവർ സന്നിഹിതരായിരുന്നു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. എയ്യാലിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. പന്നിത്തടം സ്വദേശി പാലപ്പറമ്പിൽ വീട്ടിൽ 66 വയസ്സുള്ള അയ്യപ്പൻ, പാറപ്പുറത്ത് താമസക്കാരും ഇതര സംസ്ഥാന തൊഴിലാളികളുമായ റാംജി, മുകേഷ്, സുഖദേവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. കേച്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഓട്ടോറിക്ഷയും എതിർദിശയിൽ വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ റോഡിൽ മറിഞ്ഞാണ് യാത്രികരായ 4 പേർക്ക് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം നഗരത്തിലെ എല്ലാ അനധികൃത നിർമ്മാണങ്ങൾക്കും CPM ഒത്താശ ചെയ്തു കൊടുക്കുകയാണെന്ന് കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ആരോപണം ആന മണ്ടത്തരമെന്ന് ഭരണപക്ഷം. ബഹളം ശക്തമായതോടെ ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സ്വകാര്യ കെട്ടിടത്തോട് ചേർന്നുള്ള തോട് ബലപ്പെടുത്തുന്നതിന്റെ മറവിൽ അനധികൃത നിർമ്മാണം നടത്തിയതായി കോൺഗ്രസ് ആരോപിച്ചു. നഗരസഭ എഗ്രിമെന്റ് വെച്ച് നഗരസഭയ്ക്ക് എഴുതി കൊടുത്തിട്ടുള്ള ആ 1 ഏക്കർ ഭൂമി അടക്കമാണ് ഇന്ന് ഈ രാമകൃഷ്ണൻ മറ്റൊരു വ്യക്തിക്ക് വിറ്റിരിക്കുന്നത്. ഈ രാമകൃഷ്ണൻ എന്ന വ്യക്തി വിറ്റിട്ട് നഗരസഭ അറിഞ്ഞില്ല, നഗരസഭയുടെ ഭൂമി വിറ്റ് നഗരസഭ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവിടുത്തെ തൂണ് നിർമ്മാണം, അതുപോലെ തന്നെ നഗരസഭയുടെ ഭൂമി കൈയേറിയത്, ഇത്തരം എല്ലാ വിഷയങ്ങളും വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. അനധികൃത നിർമ്മാണം പൊളിച്ചു കളയണമെന്നും കെട്ടിട ഉടമയിൽ നിന്നും ഇതിന്റെ നഷ്ടം ഈടാക്കണമെന്നും കോൺഗ്രസ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. CPM ഏരിയ കമ്മിറ്റി ഓഫീസിനെ സമീപിച്ചാൽ നഗരത്തിലെ എല്ലാ അനധികൃത നിർമ്മാണവും നടത്താമെന്ന രീതിയാണ് നഗരസഭാ ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് BJP അംഗങ്ങളായ KK മുരളിയും ബിനുപ്രസാദും ആരോപിച്ചു. നഗരത്തിലെ അനധികൃത നിർമ്മാണങ്ങളെല്ലാം CPM-ന് മേൽ കെട്ടിവെക്കേണ്ടെന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ് തിരിച്ചടിച്ചു. CPM-ന് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിക്ക് കൃത്യമായ നിലപാടുണ്ട്.
ഏതെങ്കിലും ആളുകൾ എവിടെയെങ്കിലും വല്ല നിർമ്മാണം നടത്തി കഴിഞ്ഞാൽ അതെല്ലാം CPM-ന്റെ തലയിൽ കെട്ടിവെക്കേണ്ട. CPM-ന്റെ ആഫീസിൽ അതുമായിട്ട് ആരും വക്കാലത്തായിട്ട് വരും വേണ്ട. നഗരത്തിലെ അനധികൃത നിർമ്മാണവുമായി CPM-നോ നഗരസഭയ്ക്കോ യാതൊരു ബന്ധവുമില്ല. നിർമ്മാണങ്ങൾക്കെതിരെ നഗരസഭയും ചെയർപേഴ്സണും ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് PM സുരേഷ് വ്യക്തമാക്കി. അനധികൃത നിർമ്മാണത്തെ ചൊല്ലി BJP അംഗങ്ങൾ ബഹളം വെച്ച് ചെയർപേഴ്സന്റെ ഡയസിന് മുമ്പിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചതോടെ ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിടുകയായിരുന്നു. നിലവിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടലംഘനത്തെ തുടർന്ന് കെട്ടിടത്തിന് നമ്പർ നൽകിയിട്ടില്ലെന്നും നമ്പർ നൽകാത്ത കെട്ടിടത്തിലെ അനധികൃത നിർമ്മാണത്തിനെതിരെ നടപടിയെടുത്തിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പിന്നീട് മാധ്യമങ്ങളോട് വിശദീകരിച്ചു. അനധികൃത നിർമ്മാണം നിർത്തിവെക്കാൻ നഗരസഭ കെട്ടിട ഉടമയ്ക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ 5 കുഴൽക്കിണറുകൾ സ്കൂളിൽ കുത്തിയിരുന്നു. എന്നാൽ വെള്ളം ലഭിക്കാത്ത സാഹചര്യത്തിൽ 2020-ൽ സ്കൂളിന് പുറത്ത് റോഡരികിൽ കുഴൽക്കിണർ കുത്തുകയും ടാങ്ക് നിർമ്മിച്ച് ഗേൾസ് ഹൈസ്കൂളിലേക്ക് കുടിവെള്ളം നൽകുകയും ചെയ്തിരുന്നുവെന്നും ഈ കുടിവെള്ള വിതരണം വാർഡ് കൌൺസിലർ ഇടപെട്ട് സ്കൂളിലേക്ക് നിഷേധിക്കുകയും പുറമെയുള്ളവർക്ക് നൽകുകയും ചെയ്യുന്നതാണ് സ്കൂളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകാൻ കാരണമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ഡോക്ടർ കമ്മിറ്റി ഉണ്ടാക്കി ഈ വെള്ളം സ്കൂളിലേക്ക് കൊടുക്കുന്നത് തടഞ്ഞിട്ട് നാട്ടിലെ ആൾക്കാർക്ക് കൊടുക്കും. അതാണ് സ്കൂളിൽ വെള്ളം കിട്ടാതിരിക്കാനുള്ള കാരണം. ഇപ്പം വെള്ളം കിട്ടിയില്ല വെള്ളം കൊടുക്കുക എന്നുള്ളത് നഗരസഭയുടെ ഒരു കടമയാണ്. അതുകൊണ്ട് നമ്മൾ ഇത്രയും നാൾ വെള്ളം കൊടുത്തിരുന്നു. ഇപ്പോൾ ഒരു വണ്ടി കേടായി ട്രാക്ടർ വർക്ക്ഷോപ്പിൽ കയറ്റിയപ്പോൾ അതിന് ബദലായിട്ട് വെള്ളം കൊടുക്കാൻ എഴുതിയിട്ടുണ്ട്. അത് ഇവരുടെ ചെറിയൊരു വീഴ്ച വന്നത് തന്നെയാണ്. അത് നമുക്ക് കർശനമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ്. ഞാൻ അതിനുള്ള വിശദീകരണം സെക്രട്ടറിക്ക് എഴുതിയിട്ടുമുണ്ട്. ചെയർപേഴ്സന്റെ തീരുമാനത്തിന് വിരുദ്ധമായി നഗരസഭാ സെക്രട്ടറി എടുത്ത സമീപനമാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നും സെക്രട്ടറിയോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. നഗരസഭ തെക്കൻ ചിറ്റഞ്ഞൂർ അംബേദ്കർ കോളനിയിലെ 17 കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്ന നടപടികൾ സ്വീകരിച്ചതായി സീതാരവീന്ദ്രൻ വ്യക്തമാക്കി. CCTV ന്യൂസ് കുന്നംകുളം. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ യുവാവിനെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മണത്തല ഐനിപ്പുള്ളി പൊന്നുപറമ്പിൽ വീട്ടിൽ ജയൻ മകൻ നിജിത്തിനെയാണ് കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ അടച്ചത്. ഗുരുവായൂർ, ചാവക്കാട്, വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ മയക്കുമരുന്ന്, വധശ്രമമടക്കമുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് നിജിത്ത്. കാപ്പ ചുമത്തപ്പെട്ട ഇയാൾ അടുത്തിടെയാണ് 6 മാസത്തെ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. ചാവക്കാട് മേഖലയിൽ സ്ഥിരം ക്രിമിനൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവരെ നിരീക്ഷിച്ച് കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്നതിനു വേണ്ട നടപടികൾ പുരോഗമിക്കുന്നതായി ഗുരുവായൂർ ACP KG സുരേഷ് അറിയിച്ചു. ചാവക്കാട് ഇൻസ്പെക്ടർ വിപിൻ K വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിജിത്തിനെ അറസ്റ്റ് ചെയ്തത്. ASI ടാജി, അൻവർ സാദത്ത്, CPO അനൂപ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ചാവക്കാട് എടക്കഴിയൂർ ചന്ദനക്കുടം കൊടിക്കൂത്ത് നേർച്ചയിൽ പങ്കെടുക്കാൻ 100 കണക്കിന് പേരെത്തി. പ്രധാന കാഴ്ചകളായ താബൂത്ത് കാഴ്ചയും കൊടികയറ്റ കാഴ്ചയും ദേശീയപാതയ്ക്ക് അഭിമുഖമായി അണിനിരന്നു. തുടർന്ന് കൊടികയറ്റം നടത്തി. എടക്കഴിയൂർ ഹൈദ്രോസിംബിച്ചുകോയ തങ്ങളുടെയും സഹോദരി ബീക്കുഞ്ഞി ബീവിയുടെയും ജാറത്തിലെ ചന്ദനക്കുടം കൊടിക്കൂത്ത് നേർച്ചയിലേക്ക് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങളെത്തി. വടക്കുഭാഗം കമ്മിറ്റിയുടെ ആദ്യ കാഴ്ച കൊഴപ്പാട്ട് അയ്യപ്പൂവിന്റെ വസതിയിൽ നിന്നും കഴിഞ്ഞ ദിവസം ആരംഭിച്ചതോടെയാണ് 2 ദിവസത്തെ നേർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. വിവിധ ക്ലബ്ബുകൾ, സാംസ്കാരിക സംഘടനകൾ, വീടുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള കാഴ്ചകളും ജാറത്തിലെത്തി. രാവിലെ 8-ന് യഹിയ തങ്ങളുടെ വസതിയിൽ നിന്നും ആരംഭിച്ച വടക്കുഭാഗം കൊടികയറ്റ കാഴ്ച 12-ന് ജാറത്തിലെത്തി കൊടികയറ്റം നിർവഹിച്ചു. തെക്കുഭാഗം കമ്മിറ്റിയുടെ കൊടികയറ്റ കാഴ്ചയും ഇതേ സമയം ജാറത്തിലെത്തി കൊടികയറ്റം നിർവഹിച്ചു. ദേശീയപാതയിൽ കൊടികയറ്റ കാഴ്ചകൾ അണിനിരന്നു. ആനകൾ, വാദ്യമേളങ്ങൾ, അറബനമുട്ട്, ദഫ്മുട്ട് എന്നിവ അകമ്പടിയായി. വൈകിട്ട് നാട്ടുകാഴ്ചകളും ജാറത്തിലെത്തി. CCTV ന്യൂസ് ചാവക്കാട്. ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികൾ സഹപാഠിക്ക് വീടൊരുക്കാൻ ഒരുക്കിയ പായസത്തിന് ഇരട്ടി മധുരം. കുട്ടികൾ ചേർന്ന് 400 ലിറ്റർ പായസം വിൽപ്പന നടത്തി. ലഭിക്കുന്ന വരുമാനം സഹപാഠിക്ക് നിർമ്മിക്കുന്ന ഭവന പദ്ധതിക്കാണ് വിനിയോഗിക്കുന്നത്. അധ്യാപകരും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും സ്നേഹത്തിന്റെ നന്മ പ്രവൃത്തിക്ക് കൈകോർത്തു. കഴിഞ്ഞ ദിവസം രാത്രി NSS പ്രോഗ്രാം ഓഫീസർ MD ഷൈന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളായ അക്ഷയ്, സിബിൻ, അതുൽ, ഷിഫാൻ, ദീപക് ദാസ്, മറൂഫ്, റിസാൽ, ഷാജഹാൻ, VS ദീപക് എന്നിവരാണ് സഹപാഠിക്ക് ഭവന പദ്ധതിക്ക് കൈത്താങ്ങാകുവാൻ രാത്രിയെ പകലാക്കി പായസം ഒരുക്കുന്നതിനായി മുന്നിൽ നിന്നത്. 350 ലിറ്റർ പാൽ, അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നീ ചേരുവകളേറുന്ന രുചിയേറുന്ന പായസം തയ്യാറാക്കി വിൽപ്പന നടത്തി. അടുത്ത ദിവസം ബിരിയാണി ചലഞ്ചും വിദ്യാർത്ഥികൾ ഒരുക്കുന്നുണ്ടെന്ന് പ്രോഗ്രാം ഓഫീസർ MD ഷൈൻ പറഞ്ഞു.
പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കായി നടപ്പിലാക്കുന്ന ഇലഭക്ഷണ പച്ചക്കറികളുടെ നടിയിൽ ഉദ്ഘാടനം നടത്തി. അരുണിമയുടെ ഭാഗമായി ചീര, പാലക് ചീര തുടങ്ങിയ ഇലഭക്ഷണ പച്ചക്കറികളുടെ നടിയിൽ ഉദ്ഘാടനം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ താജുന്നീസ അധ്യക്ഷയായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൗദാമിനി, പി അജയൻ, വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഹുസൈൻ പാടത്തെക്കയിൽ, മുസ്തഫ, വേലായുധൻ, ഹസീന, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ MV വിനയൻ, വെളിയങ്കോട് കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് KK ദീപ, കൃഷിക്കൂട്ടം പ്രതിനിധി സുബൈദ, കൃഷിക്ക് സ്ഥലം വിട്ടു നൽകിയ ഹനീഫ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും വിളർച്ച പോലുള്ള ലക്ഷണങ്ങളും കുറച്ചുകൊണ്ടുവരിക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം. വളരെ കുറഞ്ഞ നിലവാരത്തിലാണ് സ്ത്രീകളുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് വിവ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതിയും കൂടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പ് തന്നെ അരുണിമ എന്ന പേരിൽ നമ്മളിങ്ങനെ ഒരു പദ്ധതി വിഭാവനം ചെയ്തത് നമ്മുടെ സ്ത്രീകൾക്കുള്ള ഈ വിളർച്ച അതിന് പഴഞ്ഞി കോട്ടോൽ ഫെസ്റ്റ് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ആഘോഷിക്കും. ബുധനാഴ്ച രാത്രി ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിക്കും. വിവിധ ദേശം ചുറ്റി പുലർച്ചെ സമാപിക്കും. വ്യാഴാഴ്ച ഉച്ചയോടെ വീണ്ടും ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് കൂട്ടി എഴുന്നള്ളിപ്പോടെ സമാപിക്കും. കോട്ടോൽ ഫെസ്റ്റിനോടനുബന്ധിച്ച് മേഖലയിൽ വർണ്ണ ബൾബുകൾ കൊണ്ട് ദീപാലങ്കാരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ടിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭയിലെ ശുചീകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർക്കുള്ള ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, ക്ലീൻ സിറ്റി മാനേജർ ആർഡ്ലി പി ജോൺ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ A രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ബൂട്ട്, ഗ്ലൗസ്, മാസ്ക്, ഷൂ, യൂണിഫോമുകൾ എന്നിങ്ങനെ 4 ലക്ഷം രൂപയുടെ സുരക്ഷാ ഉപാധികളാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്തത്. രണ്ടാം ഘട്ടത്തിൽ 7 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ നൽകും. 2023-24 വർഷത്തിലാകെ 11 ലക്ഷം രൂപയുടേതാണ് പദ്ധതി. കേരള ഹയർ ജുഡീഷ്യൽ സർവീസസ് പരീക്ഷയിൽ 3ാം റാങ്ക് നേടി ജില്ലാ സെഷൻസ് ജഡ്ജിയാകാനൊരുങ്ങുന്ന CCTV മുൻ ന്യൂസ് റീഡർ കൂടിയായ അഡ്വക്കേറ്റ് KN പ്രശാന്തിനെ ഇടം സാംസ്കാരിക വേദി ആദരിച്ചു. വെള്ളറക്കാട് സിദാൻ സ്പോർട്സ് ഹബ്ബിൽ നടന്ന പരിപാടി AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇടം പ്രസിഡന്റ് ജ്യോതി സുധാകരൻ അധ്യക്ഷയായി. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ IPS മുഖ്യാതിഥിയായി. ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KB സുനിൽകുമാർ, അഡ്വക്കേറ്റ് PS ഈശ്വരൻ, വടക്കാഞ്ചേരി പോക്സോ കോടതി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സീനത്ത്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലളിത ഗോപി, ഡോക്ടർ VC ബിനോജ്, ഇടം എക്സിക്യൂട്ടീവ് അംഗം NS സത്യൻ, ഇടം സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങോട്, EK മിനി എന്നിവർ സംസാരിച്ചു. ഇടം സംഗീത ഗ്രൂപ്പിന്റെ സംഗീത നിശയും നടന്നു. ഇടം സാംസ്കാരിക വേദി അംഗമായ പ്രശാന്ത് തൃശൂർ സെഷൻസ് കോടതിയിൽ 15 വർഷമായി അഭിഭാഷകനാണ്. എല്ലാ കഷ്ടപ്പാടുകളും അത്യാവശ്യമൊക്കെ അനുഭവിച്ച് തന്നെയാണ് വളർന്നത്. അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ സുരക്ഷിതരാക്കാൻ വേണ്ടി അച്ഛനും അമ്മയും ശ്രമിച്ചിരുന്നില്ല. സാധാരണ കുടുംബത്തിൽ ജീവിക്കുന്നു. ആ ഇവിടുന്ന് ജനിച്ചതിന് ശേഷം എൻ്റെ വളർച്ചയുടെ ഭാഗത്ത് ഒരുപക്ഷെ ഒരു സാധാരണ കുടുംബത്തിൽ സാധാരണ ചിന്തകളിൽ മാത്രം അവസാനിക്കേണ്ടിയിരുന്ന എൻ്റെ ചിന്തകളെ കുറച്ചുകൂടി വിശാലമായ ലോകത്തേക്കും വിശാലമായ കാഴ്ചപ്പാടിലേക്കും വായനയിലേക്കും അറിവിലേക്കും ഒരു പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട ചിന്താധാരയിലേക്കൊക്കെ നയിച്ചത് എൻ്റെ അമ്മാവൻ കൂടിയായ ഗംഗാധരനാണ്. ചിറമനേങ്ങാട് മന്ദാരത്തിൽ വീട്ടിൽ നാരായണൻ നായരുടെയും കമലയുടെയും ഏകമകനാണ്. അഡ്വക്കേറ്റ് ഐശ്വര്യയാണ് ഭാര്യ, നീഹാര മകളാണ്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ഓട്ടോ ഡ്രൈവേഴ്സ് രക്ഷാസമിതിയുടെ 15ാം വാർഷിക പൊതുയോഗം കുന്നംകുളം ലീവ ടവറിൽ ചേർന്നു. സംഘടനാ രക്ഷാധികാരി അഡ്വക്കേറ്റ് KM ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗത്തിൽ സെക്രട്ടറി PK മോഹനൻ വാർഷിക റിപ്പോർട്ട്, വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. 2024-25 പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. തുടർന്ന് ചർച്ചകൾ, നിർദ്ദേശങ്ങൾ, കൂപ്പൺ നറുക്കെടുപ്പ് എന്നിവ നടന്നു. സംഘടനാ പ്രസിഡന്റ് വില്യംസ് മാസ്റ്റർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ജോയ് നന്ദിയും പറഞ്ഞു. ഏഷ്യൻ വാട്ടർ ബേഡ് സെൻസസിന്റെ ഭാഗമായി തൃശൂർ പൊന്നാനി കോൾ നിലങ്ങളിൽ 33ാമത് നീർപക്ഷി സർവേയുടെ ഭാഗമായി പൊന്നാനി കോളിലെ ഉപ്പുങ്ങലിലും മാറഞ്ചേരിയിലും സർവേ നടത്തി.
കോൾപ്പാടത്തെ പക്ഷിക്കൂട്ടായ്മയായ കോൾ ബേർഡേഴ്സ് കളക്റ്റീവും കാർഷിക സർവകലാശാല വനശാസ്ത്ര കോളേജും കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി ശാസ്ത്ര കോളേജും സംയുക്തമായാണ് സർവേ സംഘടിപ്പിച്ചത്. മാറഞ്ചേരി, ഉപ്പുങ്ങൽ എന്നിവയ്ക്ക് പുറമെ തൊമ്മാന, അടാട്ട്, മനക്കുടി, പാലയ്ക്കൽ, ഏനാമാവ്, പുല്ലഴി, മുള്ളൂർ കായൽ, തൊട്ടിപ്പാൾ, കാഞ്ഞാണി തുടങ്ങിയ കോൾ മേഖലകൾ കേന്ദ്രീകരിച്ച് സർവേ നടത്തിയിട്ടുണ്ട്. സർവേയിൽ 106 ഇനങ്ങളിലായി 13,697 നീർപക്ഷികളെ കണ്ടെത്തി. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം പക്ഷികളുടെ എണ്ണത്തിൽ വളരെ കുറവാണ് കണ്ടെത്തിയത്. എരണ്ടകൾ, വർണ്ണക്കൊക്ക്, ചേരാക്കൊക്കൻ, കരിയാള, ചിന്നമുണ്ടി, നീലക്കോഴി, നീർക്കാക്കകൾ തുടങ്ങിയവയുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ചെറുമത്സ്യങ്ങൾ ഇല്ലാത്തതും പരിസ്ഥിതി നാശവുമാണ് പക്ഷികളുടെ കുറവിന് കാരണമായിട്ടുള്ളത്. ദീർഘദൂര ദേശാടകനായ കായൽപ്പുള്ള്, കരിവാലൻ, പുൽക്കുരുവി, മൂടിക്കാലൻ കുരുവി, വലിയ പള്ളിപ്പരുന്ത്, ഉപ്പൂപ്പൻ തുടങ്ങി പക്ഷികളെയും കോൾനിലങ്ങളിൽ നിന്ന് സംഘത്തിന് കണ്ടെത്താനായി. കോരിച്ചുണ്ടൻ താറാവ്, വലിയ മീവൽക്കാട എന്നിവയുടെ സാന്നിധ്യവും ശ്രദ്ധേയമായി. പുള്ളിക്കാടക്കൊക്ക്, കുളക്കൊക്ക്, കാലിമുണ്ടി, ചിന്നമുണ്ടി, മഞ്ഞവാലു കുലുക്കി, ചെറിയ നീർക്കാക്ക, നീലക്കോഴി, പെരുമുണ്ടി, വർണ്ണക്കൊക്ക്, കുരുവി മണലൂതി, വെള്ള ഐബിസ്, കരിയാള എന്നിവയാണ് കൂടുതൽ കണ്ടെത്താനായത്. മുതിർന്ന പക്ഷി നിരീക്ഷകനായ CP സേതുമാധവൻ, K മനോജ്, ഷിനോ ജേക്കബ് കൂറ്റനാട്, അരുൺ ഭാസ്കരൻ, രാജൻ കാവിൽ എന്നിവരുടെ നേതൃത്വത്തിൽ 3 ടീമുകളിലായി നടത്തിയ സർവേയിൽ സിയ ഉൽ ഹഖ്, K സുധ, ഹമീദ്, സന്തോഷ്, ശ്രീരാഗ്, രഞ്ജിത്ത്, ഡോക്ടർ ധന്യ ശ്രീജിത്ത്, നിരഞ്ജൻ, വിവേക് തുടങ്ങി 100-ൽ പരം പക്ഷി നിരീക്ഷകർ പങ്കെടുത്തു. CCTV ന്യൂസ്, പുന്നയൂർകുളം. ജനുവരി 20-ന് ഡിവൈഎഫ്ഐ നടത്തുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ സംഘടിപ്പിച്ചു. മേഖലാ കമ്മിറ്റി സെക്രട്ടറി NM മിഥുൻ ക്യാപ്റ്റനായും ബ്ലോക്ക് കമ്മിറ്റി അംഗം NS അങ്കിത വൈസ് ക്യാപ്റ്റനായും മേഖലാ പ്രസിഡന്റ് MV വിനീത് മാനേജറായി നടത്തിയ ജാഥ ജില്ലാ കമ്മിറ്റി അംഗം ER രാഹുൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. CPM ലോക്കൽ സെക്രട്ടറി PT ദേവസി, ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, TK ശിവൻ, NB ബിജു, PC അബാൽമണി, OS മനോജ്, സുമന സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന പൊതുയോഗം ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MJ ബിനോയ് ഉദ്ഘാടനം ചെയ്തു. ഗൾഫ് മേഖലയിലും കുന്നംകുളം പൈതൃകത്തിൽ വാഴപ്പിണ്ടിയിൽ ദീപം തെളിയിച്ച് ദനഹ പെരുന്നാൾ ആചരിച്ചു. കുന്നംകുളത്ത് പൗരാണികവും പാരമ്പര്യവുമായി കൊണ്ടാടുന്ന പിണ്ടിയിൽ ദീപം തെളിയിച്ചുള്ള ദനഹ പെരുന്നാൾ ആഘോഷങ്ങൾ ഈ വർഷവും ഗൾഫ് മേഖലയിൽ വിപുലമായി ആഘോഷിച്ചു. പ്രകാശത്തിന്റെ പെരുന്നാൾ എന്നാണ് ദനഹ പെരുന്നാൾ അറിയപ്പെടുന്നത്. UAEയിൽ ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിലും ഒമാനിൽ മസ്കറ്റ് മാർ ഗ്രിഗോറിയോസ് മഹാ ഇടവകയിലുമാണ് കുന്നംകുളം പൈതൃകത്തിൽ പെരുന്നാൾ ആഘോഷിച്ചത്. ദുബായ് പള്ളിയിൽ തുടർച്ചയായി 5-ാം തവണയും മസ്കറ്റ് ദേവാലയത്തിൽ 3-ാം തവണയുമാണ് പിണ്ടിയിൽ ദീപം തെളിയിച്ച് പെരുന്നാൾ ആഘോഷിക്കുന്നത്. കുന്നംകുളത്ത് മാത്രം കണ്ടുവരുന്ന ഈ ആഘോഷം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന പ്രവാസികൾക്ക് നവ്യാനുഭവമായി. പെരുന്നാളിന്റെ ഭാഗമായി കുന്നംകുളത്ത് പാരമ്പര്യമായി ദനഹ പെരുന്നാളിന് നൽകുന്ന പാച്ചൂർ നേർച്ചയും നൽകി. ദുബായ് പള്ളിയിൽ നടന്ന ചടങ്ങുകൾക്ക് ഫാദർ ബിനീഷ് ബാബു, ഫാദർ ജാക്സൺ മാത്യു ജോൺ, ട്രസ്റ്റി ഷാജി പാപ്പച്ചൻ, സെക്രട്ടറി തോമസ് ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. മസ്കറ്റ് ഇടവകയിൽ നടന്ന ചടങ്ങുകൾക്ക് ഫാദർ വർഗീസ് ടിജു ഐപ്പ്, ഫാദർ എബി ചാക്കോ, ട്രസ്റ്റി ബിജു ജോർജ്, സെക്രട്ടറി സജി അബ്രഹാം എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ ഭാരവാഹികളായ പ്രസിഡന്റ് PC സൈമൺ, വൈസ് പ്രസിഡന്റ് ബ്യൂട്ടി പ്രസാദ്, സെക്രട്ടറി ജിനീഷ് വർഗീസ്, ജോയിന്റ് സെക്രട്ടറി സുജിത്ത് കൊച്ചു, ട്രഷറർ അബ്രഹാം ജോസഫ്, വർഗീസ് ചീരൻ, മനോജ് KC, സിജോ സൈമൺ, സണ്ണി ചെറുവത്തൂർ, ഗീവർഗീസ് പുലിക്കൂട്ടിൽ, മെസ്ഡിൻ മോസസ്, ഗിൽസൺ ജോർജ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, കുന്നംകുളം. പുന്നയൂർകുളം പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും കാരുണ്യം കുടുംബസംഗമവും നടത്തി. ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സംഗമത്തിൽ കാരുണ്യം ചെയർമാൻ കുഞ്ഞി മുഹമ്മദ് വീട്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. റംഷാദ് സൈബർ മീഡിയ കുടുംബം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. മെഡിക്കൽ ക്യാമ്പിൽ ഹോമിയോ ഡോക്ടർമാരായ ജമാലുദ്ദീൻ, ഷമീമ എന്നിവർ രോഗികളെ പരിശോധിച്ചു. ഷംസുദ്ദീൻ മരുന്ന് വിതരണം നടത്തി. അർഹരായ കുടുംബങ്ങളിലേക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. ജോയിന്റ് സെക്രട്ടറി മനാഫ് വീട്ടിലയിൽ, വൈസ് ചെയർമാൻ അബൂബക്കർ പാറയിൽ എന്നിവർ നേതൃത്വം നൽകി. കാരുണ്യം വൈസ് ചെയർമാൻ ഷെരീഫ് പാണ്ടോത്തയിൽ സ്വാഗതവും ട്രഷറർ അഷ്റഫ് കീടത്തയിൽ നന്ദിയും പറഞ്ഞു. അകലാട് ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിൽ നിന്നും തലകറങ്ങി വീണ് 2 പേർക്ക് പരിക്കേറ്റു. തിരുവത്ര സ്വദേശി ബദറു, മന്ദലാംകുന്ന് സ്വദേശി 2 വയസ്സുകാരൻ ഷെസിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ബൈക്കിന് പുറകിൽ കുട്ടിയെ പിടിച്ചിരുന്ന ആളാണ് തലകറങ്ങി വീണത്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ അകലാട് മുഹ്യുദ്ദീൻ പള്ളി പരിസരത്താണ് സംഭവം. അപകടത്തിൽ പരിക്കുപറ്റിയ ഇരുവരെയും മുന്നേനി VCare ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഴഞ്ഞി കോട്ടോലിലെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 108 ആംബുലൻസിന് രാത്രി സർവീസ് ഇല്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു.
ആശുപത്രിയിൽ രാത്രി ചികിത്സ തുടങ്ങിയെങ്കിലും ആംബുലൻസ് സർവീസ് രാത്രി 8 വരെ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ. പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് സമീപ പ്രദേശങ്ങളിൽ നിന്നും 108 ആംബുലൻസ് വരേണ്ട സ്ഥിതിയാണ്. പഴഞ്ഞിയിലെ ആംബുലൻസിനെ രാത്രികാല സർവീസിൽ ഉൾപ്പെടുത്താത്തതാണ് പ്രശ്നം. രാത്രി 8-ന് ശേഷം ആശുപത്രിയിൽ 108 ആംബുലൻസ് കിടക്കുമ്പോഴും സമീപ പ്രദേശത്തു നിന്നുള്ള ആംബുലൻസുകളാണ് രോഗികളെ വിദഗ്ധ ചികിത്സയ്ക്ക് മറ്റ് ആശുപത്രികളിലേക്ക് എത്തിക്കുന്നത്. ഇതു സമയനഷ്ടത്തോടൊപ്പം രോഗിയുടെ ജീവന് ഭീഷണിയാകുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടു. പഴഞ്ഞിയിലെ 108 ആംബുലൻസിനെ രാത്രി സർവീസിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പലതവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് ആക്ഷേപമുണ്ട്. 108 ആംബുലൻസിന്റെ രാത്രി സർവീസ് ആരംഭിക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCTV ന്യൂസ് പെരുമ്പിലാവ്. എയ്യാൽപ്പാടത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷം. 50-ലേറെ വാഴകൾ നശിപ്പിച്ചു. വേലൂർ കുറുവന്നൂർ സന്താനഗോപാല ക്ഷേത്രത്തിനടുത്ത് തണ്ടിലം മച്ചിങ്ങൽ ജയചന്ദ്രന്റെ കൃഷിയിടത്തിലെ 30-ൽ പരം വാഴകളാണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തി നശിപ്പിച്ചത്. 5 മാസം മുമ്പ് ഈ വർഷത്തെ ഓണവിപണി ലക്ഷ്യമാക്കി നട്ട നേന്ത്രവാഴ തൈകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചിരിക്കുന്നത്. വാഴകൾ കുത്തിമറിച്ചിട്ട് പിണ്ടി തിന്നാണ് കാട്ടുപന്നികൾ സ്ഥലം വിട്ടിരിക്കുന്നത്. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് അധികൃതരുടെയും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് കർഷകനായ ജയചന്ദ്രൻ ആവശ്യപ്പെട്ടു. 25,000-ലധികം രൂപയുടെ നഷ്ടമാണ് കാട്ടുപന്നികൾ വാഴ നശിപ്പിച്ചതിലൂടെ ഉണ്ടായിട്ടുള്ളതെന്നും രാമചന്ദ്രൻ പറഞ്ഞു. മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കർഷകർ. ഇവയെ തുരത്താൻ പല വഴികൾ നോക്കിയെങ്കിലും ഒന്നും ഫലപ്രദമാകാത്തതും കർഷകരെ വലയ്ക്കുകയാണ്. വടക്കേക്കാട് പഞ്ചായത്തിൽ 2024-25 സാമ്പത്തിക വർഷത്തെ വികസന സെമിനാർ പ്രസിഡന്റ് NMK നബീലിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജിൻസി ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SK ഖാലിദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രുക്മിയ സുധീർ എന്നിവർ ചേർന്ന് വികസന രേഖ പ്രകാശനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മക്കാലിക്കൽ 2024-25 വർഷത്തെ വികസന കരട് പദ്ധതി വിശദീകരിച്ചു. മെമ്പർമാരായ M ഗിരീഷ്, KV റഷീദ്, പ്രീതി ബാബു, ബീന സുരേന്ദ്രൻ, സരസ്വതി, ശോഭ അനീഷ്, ആഫിയ ജാഫർ, സരിത ഷാജി, ഷിജില സതീഷ് എന്നിവരും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളും പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി അനിതാരാമൻ നന്ദി പറഞ്ഞു. തുടർന്ന് വർക്കിംഗ് ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ചയുമുണ്ടായി. പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം എടവണ്ണപ്പാറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംഘടനാ ജില്ലാ പ്രസിഡന്റ് ഉമർ അലി ശിഹാബ് അധ്യക്ഷത വഹിച്ചു. TV ഇബ്രാഹിം MLA മുഖ്യാതിഥിയായി. വാഴക്കാട് സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങൾക്ക് നൽകിയ ഉപഹാരം MLA വിതരണം ചെയ്തു. ഇന്റർവെൽ അരീക്കോട് MD സനൂഫർ, ഫാരിസ് ഹോട്ടൽ MD മുഹമ്മദ് അഷ്റഫ് എന്ന ബാവ, ഡോക്ടർ ജലീൽ, നൌഷാദ് വാഴക്കാട് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സീനിയർ പത്രപ്രവർത്തകൻ UK മുഹമ്മദ് അലി പതാക ഉയർത്തി. KMPU സംസ്ഥാന പ്രസിഡന്റ് M റഫീഖ് തിരുവനന്തപുരം, ജനറൽ സെക്രട്ടറി സുവീഷ് കണ്ണൂർ, ട്രഷറർ ഷാഫി ചങ്ങരംകുളം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകരും നിയമവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് സാദിഖ് അലി അരീക്കോട് ക്ലാസ് എടുത്തു. ഉമർ അലി ശിഹാബ് പ്രസിഡന്റും പ്രേംദാസ് ചങ്ങരംകുളം ജനറൽ സെക്രട്ടറിയും NC ഷരീഫ് ട്രഷററായും 21-അംഗ പുതിയ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുത്തു. മീഡിയ, പ്രിന്റ് മീഡിയ ആവട്ടെ, വിഷ്വൽ മീഡിയ, ഇവർ ഈ ആളുകൾക്ക് മറ്റേത് കാലഘട്ടത്തെക്കാളും പ്രസക്തി കൂടിയ ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലോക്കൽ ന്യൂസിന് എപ്പോഴും വലിയ പ്രാധാന്യം. നേരത്തെ തന്നെ വലിയ ചാനലുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഈ ലോക്കൽ ന്യൂസുകൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തിരുന്ന ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ 2022-23 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനറൽ വിഭാഗത്തിലെയും പട്ടികജാതി വിഭാഗത്തിലെയും ഗുണഭോക്താക്കൾക്ക് കട്ടിൽ വിതരണം നടത്തി. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ കട്ടിൽ വിതരണം ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഹസനുൽ ബന്ന അധ്യക്ഷയായി. ICDS ഓഫീസർ V ലക്ഷ്മി പദ്ധതി വിശദീകരണം നടത്തി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാഗി ജോൺസൺ, പഞ്ചായത്ത് അംഗങ്ങളായ VP ലീല, ജുലറ്റ് വിനു, നാൻസി ആന്റണി, TP പ്രജീഷ്, ആൻഡോപോൾ, ND സജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ജനറൽ വിഭാഗത്തിൽ 2.5 ലക്ഷം രൂപ ചെലവഴിച്ച് 60 ഗുണഭോക്താക്കൾക്കും SC/ST വിഭാഗത്തിൽ 1.25 ലക്ഷം രൂപ ചെലവഴിച്ച് 25 ഗുണഭോക്താക്കൾക്കുമാണ് കട്ടിൽ വിതരണം ചെയ്തത്. കുന്നംകുളം നഗരസഭ 12-ാം വാർഡ് ഉരുളിക്കുന്നിൽ ആധാർ സേവനങ്ങൾക്ക് വേണ്ടി ക്യാമ്പ് നടത്തി. ഇസാഫ് ബാങ്ക് ചങ്ങരംകുളം ബ്രാഞ്ചുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വാർഡ് കൗൺസിലർ ബിനു പ്രസാദ്, മുൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ MB ഉല്ലാസ്, ആശാവർക്കർ രമ്യ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. അടുത്ത ദിവസങ്ങളിൽ ഇനിയും ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് വാർഡ് കൗൺസിലർ ബിനു പ്രസാദ് അറിയിച്ചു.
ജനങ്ങൾ ആധാർ കാർഡിനെ സംബന്ധിക്കുന്ന വിഷയങ്ങളോടനുബന്ധിച്ച് അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ പല അക്ഷയ കേന്ദ്രങ്ങളും 2ാം നിലയുടെ മുകളിലാണ്. അവിടെ പോയി കഴിഞ്ഞാലാണ് അറിയുക പിന്നെ വാർഡ് കൗൺസിലറുടെ ഒപ്പം തീരുമാനം. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു വട്ടം കൂടി ഒരു ദിവസത്തെ പണികൂടി കളഞ്ഞിട്ട് പല ആളുകളും നഗരസഭയ്ക്ക് വരുന്നു അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്ന സ്ഥിരമായപ്പോഴാണ് ഇങ്ങനെ ക്യാമ്പിനെ പറ്റി ആലോചിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജിയറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കടവലൂർ സ്വദേശിനി സാനിയയ്ക്ക് സ്വർണം. തൃശൂർ കൊടകര സഹൃദയ കോളേജിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 55 കിലോഗ്രാം കുമിത്തെ വിഭാഗത്തിലാണ് സാനിയ സ്വർണം കരസ്ഥമാക്കിയത്. ജനുവരി 15 മുതൽ 20 വരെ ഭോപ്പാലിൽ നടക്കുന്ന സൗത്ത് വെസ്റ്റ് സോൺ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ച് സാനിയ മത്സരിക്കും. കടവലൂർ കിനോജി റിയു ഇന്ത്യ കരാത്തെ സ്കൂളിലെ സെൻസൈ സുനിലിന്റെ കീഴിലാണ് സാനിയ കരാത്തെ പരിശീലനം നടത്തുന്നത്. കല്ലുംപുറം കാണക്കോട്ടയിൽ നാസർ മിസ്രിയ ദമ്പതികളുടെ മകളായ സാനിയ അക്കിക്കാവ് MOC കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. പാലയൂർ ചെഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ക്ഷേത്രത്തിൽ നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകവും വിശേഷാൽ പൂജകളും നടന്നു. ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി ഭഗവതിക്കളം പാട്ട്, ദീപാരാധന, തായമ്പക എഴുന്നള്ളിപ്പ് എന്നിവ 7 ദിവസം നടക്കും. മകരച്ചൊവ്വ ഉത്സവത്തോടെ ചടങ്ങുകൾ സമാപിക്കും. ദീർഘകാലം കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായിരുന്ന AP മുഹമ്മദ് അലിയുടെ 2ാമത് ചരമവാർഷികം കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവിൽ ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആഷിഖ് ഖാദിരി, ബ്ലോക്ക് സെക്രട്ടറിമാരായ KK റസാഖ്, PK ദേവദാസ്, KA ശിവരാമൻ, MM അബ്ദുൾ, മണ്ഡലം വൈസ് പ്രസിഡന്റ് K കമറുദ്ദീൻ, കുഞ്ഞു മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് MM, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സ്മിത മുരളി, മണ്ഡലം സെക്രട്ടറി CK സുലൈമാൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MH ഹക്കീം തുടങ്ങിയവർ സംസാരിച്ചു. AP മുഹമ്മദ് അലി 2ാം അനുസ്മരണ സമ്മേളനവും ജില്ലയിലെ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള AP മുഹമ്മദ് അലി സ്മാരക അവാർഡ് ദാനവും ജനുവരി 18 വൈകിട്ട് 5 മണിക്ക് നടക്കും. മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. മധ്യപ്രദേശിൽ വെച്ച് നടന്ന ദേശീയ സ്കൂൾ ഗെയിംസ് തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ VU ജിഷ്ണയ്ക്ക് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം 18ാം വാർഡ് കമ്മിറ്റി സ്നേഹാദരവ് നൽകി. വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ഷർഫു പന്നിത്തടത്തിന്റെ അധ്യക്ഷതയിൽ വാർഡ് മെമ്പർ സൈബുനിസ ഷർഫു ഉപഹാരം സമ്മാനിച്ചു. ബൂത്ത് പ്രസിഡന്റ് രഞ്ജു താരു മെഡൽ സമ്മാനിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത് മധുരം നൽകി. 1ാം വാർഡ് മെമ്പർ രജിത ഷാജി അമ്മാട്ട്, INTUC കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് KM സുഭാഷ് എന്നിവർ സംബന്ധിച്ചു. അരുവായ് ശ്രീ ചിറവരമ്പത്തുകാവ് അമ്മയെ പ്രകീർത്തിച്ച് പുറത്തിറക്കുന്ന ഭക്തിഗാന ആൽബമായ ദേവി പ്രസാദം ജനുവരി 16 പ്രകാശനം ചെയ്യും. ദേവി കൃപ ക്രിയേഷൻസിന്റെ ബാനറിൽ അജിത് ആലപിച്ചിരിക്കുന്ന ദേവി പ്രസാദം എന്ന ഭക്തിഗാന ആൽബത്തിന്റെ പ്രകാശനം ജനുവരി 16 ചൊവ്വാഴ്ച ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ മേൽശാന്തി കക്കാട് വാസുദേവൻ നമ്പൂതിരി നിർവഹിക്കും. ജിഷ്ണു വിജയൻ രചനയും ക്യാമറ ഷൈജു ബീറ്റയും സംഗീതം സുരേഷ് ചുള്ളിപ്പറമ്പിൽ എന്നിവരാണ് നിർവഹിച്ചിട്ടുള്ളത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ MPPM സൺഡേ സ്കൂൾ 95ാമത് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനോത്സവം നടത്തി. ഗണിത അധ്യാപക പുരസ്കാര ജേതാവ് തോംസൺ കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ അധ്യക്ഷനായി. പുതിയ വിദ്യാർത്ഥികളെയും പുതിയ അധ്യാപകരെയും പൂക്കൾ നൽകി സ്വീകരിച്ചു. പാഠപുസ്തകങ്ങളുടെ വിതരണവും നടത്തി. ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ KC ആന്റണി, PTA വൈസ് പ്രസിഡന്റ് സ്വപ്ന എഡിസൺ എന്നിവർ സംസാരിച്ചു. സൺഡേ സ്കൂൾ പ്രധാന അധ്യാപിക ഷീന മിൽട്ടൺ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ജിനി ബിനു നന്ദിയും പറഞ്ഞു. കുന്നംകുളത്ത് ധനഹ പെരുന്നാളിനായി സ്ഥാപിച്ച അലങ്കാരങ്ങളും വാഴപ്പിണ്ടികളും സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ച നിലയിൽ. വലിയങ്ങാടി റോഡിൽ റോഡിന്റെ ഇരുവശങ്ങളിലായി സ്ഥാപിച്ച 55ഓളം പിണ്ടികളും മാല ബൾബുകളുമാണ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത്. കുന്നംകുളം ലെജൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പിണ്ടികളും പിണ്ടികൾക്ക് മുകളിൽ മാല ബൾബുകളും സ്ഥാപിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിക്കും 5 മണിക്കും ഇടയിലാണ് സാമൂഹിക വിരുദ്ധർ പിണ്ടികളും മാല ബൾബും നശിപ്പിച്ചത്. 4000-ലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. കുന്നോളം പിണ്ടിത്തരങ്ങളനുസരിച്ച് ഞങ്ങൾ ലെജൻസ് കമ്മിറ്റി കുന്നോളം പുത്തമ്പടിക്ക് സമീപം അലങ്കരിച്ച പിണ്ടികളും മാലബൾബുകളും ഈ വരുന്ന ജനുവരി 7-ാം തീയതി കുന്നോളം പിണ്ടിപ്പുറമാണ് തലേദിവസം പുലർച്ചെ 3-നും 5-നും നശിപ്പിച്ചു. അപ്പോൾ ഇത് ആരാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല. എന്തിൻ്റെ മേലുള്ള കാര്യമാണെന്ന് അറിയില്ല. ജലസിയുടെ പുറത്താണ് ഉണ്ടാവുന്നത് കേൾക്കുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ കൊല്ലം ഇതേപോലെ ഉണ്ടായിരുന്നു. അതേ റെപ്ലിക്കേഷനാണ് ഈ കൊല്ലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഇതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ് വിശ്വസിച്ചോളൂ.
റോഡിന്റെ ഇരുവശങ്ങളിലായും സ്ഥാപിച്ച പിണ്ടികൾ മറച്ചിട്ട് മാലബൾബുകൾ പൊട്ടിച്ച നിലയിലാണ്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ സാമൂഹിക വിരുദ്ധർ പിണ്ടികൾ നശിപ്പിക്കുകയും മാലബൾബുകൾ പൊട്ടിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ ലെജൻഡ് ക്ലബ് ഭാരവാഹികൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കുറ്റക്കാരായവർക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കുകയും പ്രതികളെ ഉടൻ പിടികൂടുകയും ചെയ്യണമെന്ന് സംയുക്ത പിണ്ടിപ്പെരുന്നാൾ കമ്മിറ്റി പ്രസിഡന്റ് തോമസ് തെക്കേക്കര ആവശ്യപ്പെട്ടു. യുവാക്കളുടെ കൂട്ടായ്മയായ ലെജൻഡ്സ് കമ്മിറ്റിക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. NREG വർക്കേഴ്സ് യൂണിയൻ ഏരിയ തല മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം നടത്തി. വടക്കേക്കാട് സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മെമ്പർഷിപ്പ് വിതരണം നടത്തിയത്. പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റും NREG വർക്കേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറിയുമായ TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് പഞ്ചായത്ത് വാർഡ് മെമ്പർ സരിത ഷാജി അധ്യക്ഷയായിരുന്നു. കല്യാണി തയ്യിലിന് ആദ്യ മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. വടക്കേക്കാട് പഞ്ചായത്ത് വാർഡ് മെമ്പർ ഷിജില സതീഷ്, ലസിത രാജു, ജിജി ബാബു, പുഷ്പാകരൻ എന്നിവർ പങ്കെടുത്തു. മേഖലാ സെക്രട്ടറി ഫൈസൽ AA സ്വാഗതവും ലോക്കൽ സെക്രട്ടറി വിനോദ് നന്ദിയും പറഞ്ഞു. SKSSF 14ാമത് ജില്ലാ സമ്മേളനവും മനുഷ്യജാലികയും ജനുവരി 25-26 തീയതികളിൽ പെരുമ്പിലാവിൽ നടക്കും. സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ കടവല്ലൂർ വടക്കുമുറി ഹയാത്തുൽ ഇസ്ലാം മദ്രസ ഹാളിൽ ചേർന്ന കൺവെൻഷനിലാണ് പ്രഖ്യാപനം നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് സത്താർ ദാരിമി അധ്യക്ഷത വഹിച്ചു. സമസ്ത കേന്ദ്ര മുശാവറ അംഗം PK അബ്ദുസലാം ബാക്കവി മുഖ്യപ്രഭാഷണം നടത്തി. സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി PT കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം ചടങ്ങിൽ മുഖ്യാതിഥിയായി. സംഘടനാ ഭാരവാഹികൾ സംസാരിച്ചു. മേഖലാ ജനറൽ സെക്രട്ടറി റഷീദ് കടവല്ലൂർ സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ നാസർ കടവല്ലൂർ നന്ദിയും പറഞ്ഞു. നവമാധ്യമ കാഴ്ച. കാലാവസ്ഥാ വ്യതിയാനം വന്നതോടെ മഴ എപ്പോഴാണ് എന്ന് പറയാനാകില്ല. അതുകൊണ്ട് തന്നെ റെയിൻകോട്ട് കയ്യിൽ കരുതുന്നതാണ് സേഫെങ്കിലും കൊണ്ടു നടക്കാനുള്ള മടി കൊണ്ട് പലരും വേണ്ടെന്ന് വെക്കും. പക്ഷേ ഇനി കാര്യം സിമ്പിളാണ്. പോക്കറ്റിലോ പേഴ്സിലോ അധിക ഭാരമില്ലാതെ റെയിൻകോട്ട് കൊണ്ടു നടക്കാം. ആനക്കല്ലിൽ നിന്ന് സിദ്ദിഖ് നൽകിയ ദൃശ്യം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5740 രൂപ, പവന് 45,920 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 78 രൂപ. ചരമം ചാലിശ്ശേരി മേക്കാട്ടുകുളം വറിക്കുട്ടി മകൻ സൈമൺ നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ചാലിശ്ശേരി മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സെന്റ് ഔഗേൻസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. സൂസൻ ഭാര്യയും തമ്പി ജോൺസൺ, ജെയ്സി എന്നിവർ മക്കളുമാണ്. പുന്നൂർക്കുളം ചമ്മന്നൂർ സ്കൂൾ റോഡിൽ താമസിക്കുന്ന പുളിയാമ്പറ്റയിൽ മായമു മലേഷ്യയിൽ നിര്യാതനായി. 76 വയസ്സായിരുന്നു. ഖബറടക്കം മലേഷ്യയിൽ നടത്തി. സുഹറ ഭാര്യയും അജ്മൽ, റിജ്മൽ, നെജിമൽ എന്നിവർ മക്കളുമാണ്. പഴഞ്ഞി ജെറുസലേം ചൊവ്വന്നൂർ സക്കറിയ ഭാര്യ ശാന്ത നിര്യാതയായി. 75 വയസ്സായിരുന്നു. സിജി, സിജു, ലിജി, ലിജു, വിജി എന്നിവർ മക്കളാണ്. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേച്ചേരിയിൽ വ്യാപാര സ്ഥാപനങ്ങളും ഓഫീസുകളും കുത്തിത്തുറന്ന് മോഷണവും പരക്കെ മോഷണശ്രമവും. CCTV കേച്ചേരി ബ്യൂറോ ഓഫീസ് ഉൾപ്പെടെ 15ലേറെ സ്ഥാപനങ്ങളിലാണ് കഴിഞ്ഞ ദിവസം മോഷണശ്രമമുണ്ടായത്. നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതം. കുന്നംകുളം നഗരത്തിലെ എല്ലാ അനധികൃത നിർമ്മാണങ്ങൾക്കും CPM ഒത്താശ ചെയ്തു കൊടുക്കുകയാണെന്ന് കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷാരോപണം. ആരോപണം ആനമണ്ടത്തരമെന്ന് ഭരണപക്ഷം. ബഹളം ശക്തമായതോടെ ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ കുത്തിവയ്പ്പിനെ തുടർന്ന് 7 വയസ്സുകാരന്റെ കാല് തളർന്ന സംഭവത്തിൽ പുരുഷ നഴ്സിനെ സ്ഥലം മാറ്റിയത് ജന്മനാട്ടിലേക്ക്. കുറ്റകൃത്യം ചെയ്തവർക്കുള്ള പ്രോത്സാഹനമാണ് ഇത്തരം നടപടിയെന്ന് UDF. പ്രതിഷേധം ശക്തമാകുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സമ്മേളനങ്ങൾക്ക് തുടക്കമാകുന്നു. കേച്ചേരി മേഖലാ സമ്മേളനത്തിന് വിളംബര ജാഥയോടെ ആരംഭമായി. കുന്നംകുളം മേഖലാ സമ്മേളനം ബുധനാഴ്ച ലിവ ടവറിൽ. ഫെബ്രുവരി 8, 9 തീയതികളിൽ ചാലക്കുടിയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം തൃശൂരിൽ നടന്നു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.